ഹായ് സോൾസ് സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് കറണ്ട് ഫീലിംഗ് ആണ്. സോറി. അപ്പം കാർഡ് ഷഫിൾഡ് ആണ്, എന്നാലും ഞാൻ ഷഫിൾ ചെയ്യാം കേട്ടോ. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വായിച്ച് ചെയ്യാവുന്നതാണ്. റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. യൂണിവേഴ്സിനോട് നന്ദി പറയാം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വൺസ് ആണ്. സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് 7 ഓഫ് പെൻറ്റിക്കിളാണ്. തേർഡ് കാർഡ് വന്നിരിക്കുന്നത് 7 ഓഫ് സോർഡ്സ് ആണ്. ദ മജിഷ്യൻ, ഏസ് ഓഫ് സോർഡ്സ്, 8 ഓഫ് പെൻറ്റിക്കിൾ, ക്യൂൻ ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് കപ്സ്. നല്ല എനർജിയാണല്ലോ. ഹൗ ടേബിൾ വന്നിട്ട് ദ മൂൺ. ബോട്ടം പോയിട്ടൊക്കെ വന്നിരിക്കുന്നത് ദ ഡബിളും ദ മൂൺ ആൻഡ് ജസ്റ്റിസ്. ഓക്കെ, ഡബിളാണ്, ദ മൂണുമാണ്. കാർഡ് കാണുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് എടുക്കാം. ഇതിൽ പറയണമെന്ന് വെച്ചാൽ ഏസ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ അവരൊരു ലക്ഷ്യബോധത്തിൽ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അവരെന്തൊക്കെയോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങളോട് എന്തൊക്കെയോ ഹൈഡ് ചെയ്ത കാര്യങ്ങൾ അവരെന്ത് ചെയ്യാണ്, മറച്ചു വെച്ചിട്ടുണ്ട്. ചിലപ്പം മറച്ചു വെക്കുന്നതായിരിക്കാം, വാട്ടവർ എന്തും ആവാം. ഇത് മജിഷ്യൻ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മാനിഫെസ്റ്റിൻ്റെ അർത്ഥമുണ്ട്. പിന്നെ എല്ലാ പേഴ്സണ് അങ്ങനെയുള്ളൊരു കഴിവുണ്ട്, സ്പിരിച്വാലിറ്റി ഉള്ളൊരു കഴിവ്. അതേപോലെ ഭയങ്കര മെച്യൂരിറ്റി പവറുള്ള ഒരു വ്യക്തിയാണ്. അയാളെ കയ്യിൽ എല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഏസ് ഓഫ് സോർഡ്സ്, ഈ ഒരു കണക്ഷനിൽ വിജയം വേണം, ഒരു സ്റ്റാൻഡ് എടുക്കണം, ഒരു തുടക്കം വേണം, ന്യൂ ബിഗിനിങ് വേണമെന്നാണ് ഈ രണ്ട് കാർഡിൻ്റെ സൂചന. അതേപോലെ തന്നെ നിങ്ങളിൽ വർക്ക് ചെയ്യണം എന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ചിലർക്ക് ജോബ് റിലേറ്റ് ആയിട്ടുള്ള എന്താ പറയുക, അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് അവർ ബിസിയാണെന്ന് പറയാം. ഓക്കെ, അവരുടെ കാര്യത്തിൽ കരിയറിലൊക്കെ അവർ ബിസിയാണ്. പക്ഷേ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു കപ്പ് ഓഫർ ചെയ്യണമെന്നുണ്ട്. നിങ്ങളിൽ അഡിക്റ്റഡ് ആണ്, എന്തോ ഒരു കാര്യത്തിലും അഡിക്റ്റഡ് ആണ്. ഭയങ്കര ഇമോഷൻ കണക്ഷനും ഉണ്ട്. അതിൽ നിങ്ങൾപരമായിട്ടുള്ള കാര്യത്തിൽ ജസ്റ്റിസ് വേണം, നീതി വേണം എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ആയിട്ടുള്ള അവർ നിൽക്കുന്നത്. നിങ്ങളൊരു വൈഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഹസ്ബൻഡ് മെറ്റീരിയൽസ് ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അവർക്ക് നിങ്ങളോട് ഏറ്റവും പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ അവർ തുല്യമായിട്ടുള്ള സ്നേഹമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് ഭയങ്കര ട്രസ്റ്റോട് കൂടിയിട്ടുള്ള, അതേപോലെ ഭയങ്കര എന്താ പറയുക, നമ്മൾ ബാലൻസിങ് ആയിട്ടുള്ളൊരു സ്നേഹം. ഓക്കെ, ആ ഒരു സ്റ്റാൻഡിങ്ങും ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അവർ ഇപ്പോൾ ഭയങ്കര തിരക്കിലായിരിക്കും. ചിലർക്ക് കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, പിന്നെ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം, വാട്ടെവർ എന്തോ ആയിരിക്കാം. പക്ഷേ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. പക്ഷെ അവർ എന്ത് ചെയ്യാം, അല്ലാത്തതും ഉണ്ട്. അവരെന്ത് ചെയ്യാം, നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ ഒളിച്ചും വന്ന് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാവുക, കാണുന്നുണ്ടായിരിക്കാം. പിന്നെ എന്തൊക്കെയോ അവർ പ്ലാനിങ് ചെയ്യുന്നുണ്ട്. ചിലവർക്കിവിടെ എന്തൊക്കെയോ സർപ്രൈസോ കാര്യങ്ങൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഭയങ്കര ഇമോഷൻപരമായിട്ടുള്ളൊരു കണക്ഷനാണ് നിങ്ങളോടുള്ളത്. ഓക്കെ, മെൻ്റലി അല്ല, അതായത് അവർ നമ്മൾ സുമാർ എന്താ പറയുക, ക്രഷ് അല്ല. ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര ഡീപ്പായിട്ടുള്ള കണക്ഷൻ എന്ന് പറയാം. ഡീപ്പ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ഷനിൽ ഇമോഷണൽപരമായിട്ടുള്ള കണക്ഷനാണ്. അതായത് ഇമോഷൻപരമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഭയങ്കര അറ്റാച്ച്മെൻറ്റും ഭയങ്കര സ്നേഹവും അതേപോലെ എന്ത് കാര്യം തുറന്നു പറയാനുള്ള ഒരു ട്രസ്റ്റ്, അതിനെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷന്. അവർ ജോലി സംബന്ധമായിട്ടുള്ള വർക്കിലാണ്, അവർ ഭയങ്കര ബിസി മാനായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇനി യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്കുള്ള. ഞാൻ 3 കാർഡ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അതെ, യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾ വെറീഡ് ആവരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, 9 ഓഫ് കപ്സ്, നിങ്ങളുടെ കയ്യിൽ 9 കപ്പുണ്ട്. 10ാമത്തെ കപ്പായിരിക്കാം ഈ ഒരു പേഴ്സൺ. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ ഇമോഷൻപരമായിട്ട് ചിന്തിക്കാൻ നിന്നാൽ നിങ്ങൾ സ്റ്റെക്കായിട്ട് നിൽക്കും. മൂവ് ഓൺ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ കണ്ടില്ലേ ഒരു കുട്ടി, ഈ കുട്ടീനെ കണ്ടില്ലേ, ഇപ്പം കുട്ടീനെ അവർ ലക്ഷ്യസ്ഥാനത്ത് നോക്കുന്നില്ല. അവരെന്ത് ചെയ്യാണ്,
ഇങ്ങോട്ടേക്കാണ്, ഫ്രണ്ടിലേക്കാണ് നോക്കുന്നത്. പക്ഷേ അവർ പൂ പറിക്കുകയാണ്. അവിടെ ആണെങ്കിൽ ഒരു കൊക്കയുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇമോഷണൽപരമായിട്ട് നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിരിക്കാം. ഈ ഒരു അവസ്ഥയിൽ നിൽക്കരുത് എന്നാണ് പറയുന്നത്. ഈ ലേഡി വെള്ളത്തിൽ കിടന്നിട്ട് കരയാണ്, പലതും ആലോചിച്ചിട്ട് അവരുടെ പഴയ മെമ്മറീസിലൊക്കെ അങ്ങനെ പറ്റിയിട്ട് അവർ ആലോചിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിപ്പോൾ കാണുന്നതാരാണോ അവർ. അപ്പോൾ അങ്ങനെ നിൽക്കരുത് എന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, ആ ഒരു ഘട്ടത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾക്കുള്ള സന്ദേശവും കാര്യങ്ങളും ഒക്കെ വരുമെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് വർക്ക്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ കാര്യം. ചിലർ കരിയറിലൊക്കെ ഭയങ്കര സ്റ്റെക്നെസ്സും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. സോറി. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിക്കാനാണ് പറയുന്നത്. മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, ആ പേഴ്സണിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനല്ല, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ.